ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയപ്പെട്ട തൃത്താലയുടെ ജനകീയ MLA-യും കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ MP രാജേഷ് അവർകളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിപിലേഷ്, പ്രസാദ് മാഷ്, ഷാജു, നമ്മുടെ വിരമിക്കുന്ന ജയൻ മാഷ്, അതുപോലെ വേദിയിലുള്ള മുസ്തഫ തങ്ങൾ, ഹംസ, വേണുഗോപാലൻ, രമാദേവി ടീച്ചർ, പിന്നെ മെമ്പർമാരായ ഫൗസിയ, വിനോദ്, കെ ലീല, തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ചാടിയാത്രി AUP സ്കൂളിൻ്റെ വാർഷികാഘോഷവും ഹെഡ് മാസ്റ്റർ ജയൻ മാസ്റ്ററുടെ യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നതായി സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് വലിയ തിരക്കുള്ള ഒരു ദിവസമാണ്. ഇപ്പം നേരെ ചാത്തന്നൂർ സ്കൂളിലേക്ക് പോകണം. അവിടെ 3,90,00,000 കിഫ്ബി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടത്താനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അഖിലാണം സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം, അതിനിടയിൽ കുറേ റോഡുകളുടെ ഉദ്ഘാടനം, അതിനിടയിൽ വേറെ 1-2 മീറ്റിങ്ങുകൾ. സാധാരണഗതിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഷാജു നിർബന്ധം പറഞ്ഞപ്പോൾ പറഞ്ഞു. പിന്നെ നോക്കുമ്പോഴാണ് ജയൻ മാസ്റ്റർ റിട്ടയർമെൻ്റാണ് പറഞ്ഞത്. വാർഷികം മാത്രമാണെങ്കിൽ ഈ തിരക്കിൽ ഓടി വരില്ലായിരുന്നു. ജയൻ മാസ്റ്റർ റിട്ടയർമെൻറ്റ് കൂടി ഉള്ളതുകൊണ്ടാണ് വന്നത്. മാഷെ റിട്ടയർ ചെയ്ത് പറഞ്ഞേക്കാനല്ല, റിട്ടയർ ചെയ്ത് ഇറങ്ങുമ്പോൾ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻലൈറ്റ് എന്ന ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നടത്തുന്നുണ്ട്. അതിന് പ്രവർത്തിക്കാൻ ഒരാളെ കൂടി കിട്ടുന്നു എന്ന സന്തോഷമാണുള്ളത്. നമ്മുടെ പ്രസാദ് മാഷാണ് അതിൻ്റെ കോർഡിനേറ്റർ. ഒരാളെ കൂടി നമ്മുടെ ടീമിലേക്ക് എടുക്കാമല്ലോ. ഒരു വിദ്യാഭ്യാസ അനുഭവമുള്ള ഒരാളെ കൂടി കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ്. ധാരാളം പ്രവർത്തനങ്ങൾ മാഷിവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഉണർവ്, ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതി, ഇതെല്ലാം വളരെ ശ്രദ്ധേയമാണ്, മാതൃകാപരമാണ്. എനിക്ക് പ്രത്യേകം താല്പര്യമുള്ളൊരു കാര്യം, മാലിന്യ സംസ്കരണം, ജൈവ അജൈവം തരംതിരിക്കുന്ന ശീലം വളർത്താൻ മാഷിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനമാണ്. അതെല്ലാ സ്കൂളുകളിലും കേരളത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ട്, തദ്ദേശ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ താല്പര്യമെടുത്ത് ഇപ്പോൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി, ശുചിത്വം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ഫെബ്രുവരി 14-ാം തീയതി മാഷിന്റെ നേതൃത്വത്തിൽ എൻലൈറ്റിൻ്റെ കൂടി ഭാഗമായി ഇവിടെ വെച്ചാണ് രക്ഷിതാക്കൾക്കുള്ള പ്രത്യേക പരിശീലനം നടത്തുന്നത്. അതിൻ്റെ വർക്ക്ഷോപ്പ് ഇപ്പം നമ്മൾ അഷ്ടാംഗത്തിൽ കഴിഞ്ഞ ആഴ്ച നടത്തി. ഇനി രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി നടക്കുകയാണ്. കാരണം ഈ രക്ഷാകർതൃത്വം എന്നത് പഴയ പോലെയല്ല. ഇപ്പോൾ പണ്ട് നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് വളർത്തുന്നതിനേക്കാൾ കൂടുതൽ വളരുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മളെല്ലാം വളർന്നു വന്നതാണ്. ഇപ്പം അങ്ങനെയല്ല, വളർത്തിയെടുക്കുകയാണ്. അപ്പം അതിന് രക്ഷിതാവിന് ഒരു പരിശീലനം വേണം. മറ്റ് പല സ്കില്ല് പോലെ വലിയ വൈദഗ്ധ്യം ആവശ്യമുള്ളൊരു സ്കില്ലാണ് രക്ഷാകർതൃത്വം എന്ന്. അപ്പം ആ രക്ഷാകർതൃത്വത്തെക്കുറിച്ചുള്ള ഒരു പരിശീലനം എന്നുകൂടിയാണ്, അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 14 ഒരു പ്രത്യേകത ഉണ്ട്. ഫെബ്രുവരി 14 ഒരു പ്രത്യേകതയുണ്ട്. അത് ചെറുപ്പക്കാർക്കാണ് അറിയേണ്ടത്. പക്ഷെ പ്രായമുള്ള ആൾക്കാരെ ഉടനെ വിളിച്ച് പറയുന്നത് വാലന്റൈൻസ് ഡേ ആണ് എന്ന്. അപ്പോൾ ആ ദിവസമാണ് രക്ഷാകർത്താക്കൾക്കുള്ള ഈ പരിശീലനം നിശ്ചയിച്ചിട്ടുള്ളത് എന്നുകൂടി സാന്ദർഭികമായി പുറത്തൊക്കെ പറഞ്ഞു. ഞാൻ ദീർഘമായ പ്രസംഗത്തിനൊന്നും വരുന്നില്ല.
ഞാൻ വരുമ്പോൾ പ്രസാദ് പറയുന്നത് കേട്ടു, മാഷെ കണ്ട റിട്ടയർ ചെയ്യാറായി തോന്നുന്നില്ല, 56 വയസ്സ് ഒരു പ്രായമല്ല. അത് പറഞ്ഞ ശരിയാണ്. കാരണം പഴയ പോലെയല്ല, ഇപ്പൊ ആയുർദൈർഘ്യം കൂടി. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം. ആ പഠനത്തിന്റെ അനുസരിച്ച് ഇപ്പൊ ചെറുപ്പം എന്ന് പറഞ്ഞാൽ 35 മുതൽ 60 വരെയാണ്. 60 66 വരെ. അത് കേട്ടപ്പോൾ എനിക്കൊക്കെ സമാധാനമായിരുന്നു. ഇനി ഒരുപാട് കാലം ചെറുപ്പക്കാരനായിട്ട് നടക്കാം എന്നൊരു സന്തോഷം. കാരണം അതില് ഈ പ്രായഘടനയെ മുഴുവൻ മാറ്റിമറിച്ചിട്ടുണ്ട്. കൗമാരം എന്ന് പറഞ്ഞാൽ 30 വയസ്സ് വരെയാണ് കൗമാരം. ചിലരൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് കൗമാരം നിൽക്കില്ല എന്ന് തോന്നാറുണ്ട്. അപ്പൊ 66 വയസ്സ് വരെയാണ് ചെറുപ്പം. മധ്യവയസ്സ് എന്ന് പറഞ്ഞാൽ 66-നും 83-നിടയിലാണ്. 83 കഴിഞ്ഞാലാണ് വാർദ്ധക്യം എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മുഴുവൻ ചെറുപ്പക്കാരാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഒരു ഗവേഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കണ്ടെത്തലാണ്. അത് അസ്വാഭാവികമല്ല. കാരണം ഈ പണ്ട് 60 വയസ്സെത്തൽ വലിയ അത്ഭുതമായിരുന്നു. 60 വയസ്സ് വരെ ജീവിക്കാന്നുള്ളത്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഷഷ്ടിപൂർത്തി വലിയ ആഘോഷമായി മാറിയത്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ പ്രധാനമായി 70 വയസ്സെത്തുകയാണ്. അപ്പൊ സപ്തതി ആഘോഷമായിട്ട് മാറി. പിന്നെ അത് വലിയ പ്രശ്നമല്ല, വലിയ സംഭവമല്ലാതായി. 84 അല്ലെ ശതാഭിഷേകം. ഇപ്പൊ അതും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ നവതിയാണ് ആഘോഷിക്കുന്നത്. 90 വയസ്സെത്തിയാൽ അത് ആഘോഷിക്കാവുന്ന നേട്ടമായി. 100 വയസ്സൊക്കെ കഴിഞ്ഞ എത്രയോ ആളുകളുണ്ട്. ഞാൻ തന്നെ എത്രയോ ആളുകളെ 100 വയസ്സ് 100-ാം പിറന്നാള് അതിനപ്പുറമൊക്കെ. ഞാൻ അടുത്ത കാലത്ത് പോയൊരു മുത്തശ്ശിയെ കാണാൻ പോയത് 111 വയസ്സാണ്. ഈ നിർത്തലാണ് 111 വയസ്സാണ്. ഉച്ചയ്ക്ക് എത്തിയത്. അപ്പോഴേക്കും പിറന്നാൾ ആശംസ എല്ലാവരും നേർന്ന് ക്ഷീണിച്ചവർ കിടന്നിരുന്നു. മകനുണ്ട് 97 വയസ്സാണ്. മകനെ പരിചയപ്പെടുത്തി. 97 വയസ്സാണ്, വലിയ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ധാരാളം മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു, ഇപ്പോഴാണ് കുറച്ചു കാലം മുമ്പാണ്, ഇത് നമ്മുടെ സ്പീക്കർ അല്ലേ എന്ന് ചോദിച്ചു. അത് അത്രയും ഓർമ്മയ്ക്ക് കുറവുള്ളൂ. സ്പീക്കർ ആയിരുന്നു 3 കൊല്ലം മുമ്പ്. അപ്പൊ അതുവരെയുള്ള കാര്യം നല്ല ഓർമ്മയുണ്ട്. ആളെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ 90 വയസ്സിന് മുകളിലൊക്കെ ഉള്ള 100 വയസ്സൊക്കെയുള്ള അനേകം ആളുകളുണ്ട്. ആയുർദൈർഘ്യം അത്ര കൂടുമ്പോൾ എന്താ, ചെറുപ്പം അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മുടെ കുട്ടിക്കാലത്ത് പോലെയല്ല. നമ്മുടെ കുട്ടിക്കാലത്ത് മാഷെ കണ്ടാൽ റിട്ടയർ ആയിരുന്നു ഒരവശത വന്നിട്ടുണ്ടാവും 55 വയസ്സൊക്കെ ആകുമ്പോഴേക്കും. ഇപ്പോഴോ ഏറ്റവും ഊർജ്ജസ്വലമായ പ്രായത്തിലാണ് റിട്ടയർ ചെയ്യുന്നത്. അതുകൊണ്ട് റിട്ടയർ ചെയ്ത ആൾക്കാരെല്ലാം പിന്നെ ചെയ്യുന്ന എന്താ, വേറെ ജോലിക്ക് പോവാണ്. 70-75 വയസ്സ് വരെ ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അധ്യാപകരിൽ നിന്നൊക്കെ കോളേജിലൊക്കെ പഠിപ്പിച്ച ആൾക്കാർ പിന്നെ സ്വകാര്യ കോളേജിൽ പോയി പഠിപ്പിക്കും. ധാരാളം പേരുണ്ട്. അതുകൊണ്ട് ഈ യാത്രയപ്പിന്റെ സമയത്ത് കൊടുക്കുന്ന ഉപഹാരത്തിനൊരു മാറ്റം വരുത്തണം. പണ്ട് നമ്മൾ ശീലിച്ചിട്ടുള്ള എന്താണെന്നറിയോ, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്, റിട്ടയർ ചെയ്യുന്നവർക്ക് ഒരു നിലവിളക്കും കൊടുക്കും, ഒരു പുതപ്പും കൊടുക്കും, ഷോളും കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും ക്ഷീണിച്ച അവസരമായിട്ടുണ്ടാവും. റിട്ടയർ ചെയ്താൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിളക്കുളത്തിട്ട് ഈ തണുപ്പ് കാലത്ത് ഇത് പുറച്ചിട്ട് പ്രാർത്ഥിക്കുക. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജയന്മാർക്കൊക്കെ അതൊന്നും കൊടുത്തേക്കരുത്. നല്ല ചെറുപ്പക്കാരനായിട്ടാണ് റിട്ടയർ ചെയ്ത് പോകുന്നത്. വിളക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പുതപ്പ് കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റിന് ശേഷം ഒരു വിശ്രമ ജീവിതം മാഷക്ക് ആശംസിക്കുന്നില്ല. ഒട്ടും വിശ്രമമില്ലാത്ത സജീവമായ ഒരു റിട്ടയർമെന്റ് ലൈഫ് ജയൻ മാഷക്ക് ആശംസിക്കുന്നു. ചാരിറ്റി സ്കൂള് എയ്ഡഡ് സ്കൂളാണ്. MP ഫണ്ടൊക്കെ അല്ലെങ്കിൽ MLA ഫണ്ട് ഒക്കെ അനുവദിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. എങ്കിലും ഈ സ്കൂളിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട്
ഗ്രൗണ്ട് നവീകരണത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ എഗ്രിമെൻ്റ് ഇപ്പോൾ വെക്കാൻ പോവാം. മാസ്റ്റർ റിട്ടയർമെൻറ്റിന് മുമ്പ് തന്നെ ആ എഗ്രിമെൻ്റ് കൂടി വെച്ചിട്ട് നമുക്ക് പണി തുടങ്ങാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകൾക്ക് ഇത്തരം സർക്കാർ ഫണ്ട് കൊടുക്കുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങളും പരിമിതികളുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന പരമാവധി സഹായം ചാലിയാട്ടി സ്കൂളിന് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാനിത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒരു വിശ്രമവുമില്ലാതെ സജീവമായി ഇനിയും പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ